രാജേഷ് ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയുടെ 2 സിനിമകളെ കുറിച്ചാണ്. അതായത് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന തമിഴിലെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ, തമിഴിൽ ധാരാളം ഹിറ്റ് ഒരുക്കിയിട്ടുള്ള സംവിധായകൻ്റെ മലയാളത്തിലുള്ള ഒരു സംവിധായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമാണ് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രത്തിലൂടെ. അതിൻ്റെ ഷൂട്ട് ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് അതിൻ്റെ ഷൂട്ട് ആരംഭിച്ചതെന്നാണ് എൻ്റെ വിവരം. അതിൻ്റെ ഷൂട്ട് മറ്റേ പൂജയുടെ കാര്യങ്ങളുമൊക്കെ മമ്മൂക്കയുടെ പേജിൽ കൂടി അദ്ദേഹം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിനിമയെക്കുറിച്ച് വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ടുള്ള ഒരു കന്നഡ നടി കൂടിയായ സുസ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു പുതുമുഖ നായികയെ മലയാളത്തിൽ ഈ സിനിമയെ കൂടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ മമ്മൂട്ടി കമ്പനിയെക്കുറിച്ച് നമുക്കറിയാം. മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത 5 സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള 5 സിനിമകളാണ്. അതായത് ഒരു തരത്തിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന 5 സിനിമകൾ ഒരുക്കിയ മമ്മൂട്ടി കമ്പനി 6ാമതൊരു സിനിമ എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രതീക്ഷയുണ്ട്. ഈ 5 സിനിമകളിലും പറയാത്ത ഏത് ടൈപ്പിലുള്ള ഒരു കഥയായിരിക്കും 6ാമത്തെ സിനിമയിൽ പറയുന്നതെന്ന്. 6ാമത്തെ സിനിമയിൽ, അതായത് ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മമ്മൂക്ക ഷെർലക് ഹോംസിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയും കഥാപാത്രത്തിനെയാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടുള്ള. അതായത് മമ്മൂക്ക ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ്, അതായത് നർമ്മം കലർന്ന രീതിയിൽ, നർമ്മം കലർത്തിക്കൊണ്ട് പറയുന്ന ഒരു കഥ. ഒരു പക്ഷെ ചിലപ്പം എനിക്ക് ആ ക്യാരക്ടർ ഒരു നർമ്മം കലർന്നതല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു നർമ്മം നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഗൗതം വാസുദേവ മേനോൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ തിയേറ്റർ അതിൻ്റെ ഒരു കഥയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെയേറെ പ്രതീക്ഷയുള്ള, നമ്മുടെ മനസ്സിലൂടെ കുറേ കഥാപാത്രങ്ങളും കുറേ കാര്യങ്ങളും കടന്നു പോകുന്ന രീതിയിലുള്ള മമ്മൂക്കയുടെ നർമ്മം കലർന്നിട്ടുള്ള, ഇതുവരെ ഇപ്പം ഒരുപാട് സിനിമകൾ നമുക്കറിയാം നർമ്മം കലർത്തിക്കൊണ്ടുള്ള മമ്മൂക്കയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാവും എന്നുള്ളൊരു പ്രതീക്ഷയും വളരെയേറെ പ്രതീക്ഷ ഓരോ പ്രേക്ഷകരിലേക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ മമ്മൂക്കയുടെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഷൂട്ട് പൂർത്തിയായിരിക്കുന്ന, റിലീസിന് കാത്തിരിക്കുന്ന ബസുക്ക എന്ന് പറയുന്ന സിനിമയാണ്. അതായത് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ ഒരുക്കുന്ന ഗൗതം വാസുദേവ മേനോൻ ഒരു പ്രധാന കഥാപാത്രത്തിനെ മമ്മൂക്കയോടൊപ്പം അവതരിപ്പിക്കുന്ന സിനിമയാണ് ബസുക്ക എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് ഡിലേ ആയതും പിന്നീട് അതിൻ്റെ ഷൂട്ട് പൂർത്തിയാക്കിയതും സിദ്ധാർത്ഥ് ഭരതനെ പോലുള്ള ആൾക്കാർ ആ സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ബസുക്ക എന്ന് പറയുന്നത് ഒരു ഗെയിം ത്രില്ലർ മൂഡിലുള്ള ഒരു സിനിമയാണ്. അതായത് മലയാള സിനിമ അധികം കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സിനിമയാണ്. ഡിനോ ഡെന്നീസിനെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ മമ്മൂക്ക മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതായത് മമ്മൂക്ക ഒരു പുതുമുഖ സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ബസുക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബസുക്കയുടെ കാര്യങ്ങൾ റിലീസ് ഏതാണ്ട് ടീസറിന്റെ അപ്ഡേറ്റ് ഒക്കെ, ടീസർ ഉടനെ ഉണ്ടാവും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും ടീസർ ഒന്നും അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ റിലീസ് ഡേറ്റ് ഏതാണ്ട് സെപ്റ്റംബർ 12 എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ബസുക്കയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ച് വന്നിട്ടില്ല. ഇനി അഥവാ സെപ്റ്റംബർ 12 ബസുക്ക റിലീസ് ചെയ്യുന്നതെങ്കിൽ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് ഒരു വളരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഈ സിനിമകൾ തമ്മിൽ നടക്കുന്നത്. കാര്യം സെപ്റ്റംബർ 12 ബസുക്ക റിലീസ് ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബർ 7 തന്നെയാണ് DQന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അതുപോലെ സെപ്റ്റംബർ 12 മറ്റോ ആണ് ലാലേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിലീസ് ഡേറ്റ് ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് വൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ടൊവിനോ തോമസിന്റെ അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന ഒരു സിനിമയും സെപ്റ്റംബർ 12 റിലീസായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ പറയുന്ന ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ നമുക്ക് പറയാവുന്ന വിജയുടെ ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെയും റിലീസ് ഓണം സമയത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 സിനിമകളും തമ്മിലുള്ള റിലീസ് അല്ലെങ്കിൽ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. കാര്യം എത്ര സിനിമയ്ക്ക് കേരളത്തിലെ എത്ര തിയേറ്ററുകൾ, കാര്യം ഒരു 550, 600 അല്ലെങ്കിൽ 700 സ്ക്രീൻ അടുപ്പിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സിനിമയ്ക്കും എത്ര സ്ക്രീനുകൾ കിട്ടും. ഇപ്പൊ നമ്മളിപ്പോൾ തിയേറ്ററിന്റെ കണക്ക് മാത്രമല്ലല്ലോ, ഓരോ സ്ക്രീനുകളിൽ എത്ര സ്ക്രീൻ എന്നുള്ളതാണല്ലോ. അപ്പൊ എത്ര സ്ക്രീനുകൾ ഓരോ സിനിമയ്ക്കും കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാ സിനിമകളും വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.